എല്ലാ പ്രിയപ്പെട്ടവർക്കും പുസ്തക പരിചയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ സുരേന്ദ്രൻ പുത്തഞ്ചേരി. ഒലിവ് പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള MT വാസുദേവൻ നായർ, NP മുഹമ്മദ് എന്നിവർ രചിച്ചിട്ടുള്ള വിവർത്തന സാഹിത്യം ലോകകഥ, അതിൽ MT വാസുദേവൻ നായർ തർജ്ജമ ചെയ്തിട്ടുള്ള കഥ പരിചയപ്പെടുത്തുകയാണ്. അവൾ പെൺകുട്ടിയെ കസേരയിലേക്ക് പതുക്കെ തള്ളി. മറുപടിയൊന്നും പറയാതെ കൈ രണ്ടു വശവും വെച്ച് അല്പം വാ തുറന്നു. അവൾ നിശ്ചലമിരുന്നു. ഒരു വിഡ്ഢിയെപ്പോലെ എന്ന് പറയുന്നതാവും ശരി. പക്ഷേ റോസ്മേരി അത് ശ്രദ്ധിച്ചില്ല. അവളുടെ നേർക്ക് കുനിഞ്ഞുകൊണ്ട് ചോദിച്ചു, തൊപ്പിയൂരുന്നില്ലേ? നിന്റെ നല്ല മുടി ആകെ നനഞ്ഞിരിക്കുന്നു. തൊപ്പിയൂരിയിരിക്കുന്നതാണ് സുഖം അല്ലേ? ശരി മാഡം. നേർത്ത പിറുപിറുപ്പ് കേട്ടുകൊണ്ട് അവൾ അതിന് അംഗീകാരം നൽകി. ചുളിഞ്ഞ തൊപ്പി അവൾ തലയിൽ നിന്നെടുത്തു മാറ്റി. ഞാൻ കോട്ടൂരിത്തരാം, റോസ്മേരി പറഞ്ഞു. പെൺകുട്ടി എഴുന്നേറ്റു. അവൾ കസേരയിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് നിന്നു. റോസ്മേരി കോട്ട് വലിച്ചഴിക്കാൻ പ്രയാസപ്പെട്ടു. പെൺകുട്ടി സഹായിക്കാൻ കൂടി മെനക്കെട്ടില്ല. ഒരു കുഞ്ഞിനെ പോലെ അവൾ നിന്നുലഞ്ഞു. സഹായിക്കാൻ തയ്യാറാവുമ്പോൾ കുറച്ച് ഇങ്ങോട്ടും ഒരു അനുകൂലഭാവം വേണം, റോസ്മേരി സ്വയം പറഞ്ഞു. അല്ലെങ്കിൽ സഹായിക്കുന്നത് തന്നെ കഷ്ടപ്പാടാണ്. കോട്ട് ഇനി എന്തു ചെയ്യും? അവൾ അത് നിലത്തിട്ടു. തൊപ്പിയും മേശപ്പുറത്തു നിന്ന് സിഗരറ്റ് എടുക്കാൻ ഭാവിക്കുമ്പോൾ അവൾ നിലത്തിട്ടു. റോസ്മേരി, അവൾ പെട്ടെന്ന് പറഞ്ഞത് കേട്ടു. മാഡം, എനിക്ക് തല ചുറ്റുന്നു. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ ബോധം കെട്ട് വീണുപോകും. ഈശ്വര, എൻ്റെ വിവരക്കേട്. റോസ്മേരി വേഗം ബെല്ലടിച്ചു. ചായ ചായ, വേഗത്തിൽ, കുറച്ച് ബ്രാൻഡിയും വേണം. ദാസി പോയപ്പോൾ പെൺകുട്ടി പറഞ്ഞു, അയ്യോ, എനിക്ക് ബ്രാൻഡി വേണ്ട. ഞാൻ ബ്രാൻഡി കുടിക്കില്ല. ഒരു കപ്പ് ചായയാണ് വേണ്ടത് മാഡം. കണ്ണീർ ചിതറി വീണു. ഭയങ്കരം, പക്ഷേ ആകർഷകമായ ഒരു മുഹൂർത്തം. റോസ്മേരി അവളുടെ കസേരയുടെ സമീപത്ത് മുട്ടുകുത്തി നിന്നു. അരുത്, അയ്യോ പാവം, കരയരുത്. തൻ്റെ ലേസ് തുന്നിയ കയ്യുറുമാൽ അവൾക്ക് കണ്ണു തുടയ്ക്കാൻ കൊടുത്തു. റോസ്മേരി വിവരിക്കാനാവാത്ത വിധം വികാരഭരിതയായി. ഒരു പക്ഷിയുടെ എന്ന പോലെ മെലിഞ്ഞ അവളുടെ ചുമലിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. പെൺകുട്ടി ലജ്ജ മാറി. രണ്ട് സ്ത്രീകൾ മാത്രമാണല്ലോ ഇപ്പോൾ. ആ ഒരു ആശ്വാസത്തോടെ മറ്റെല്ലാം മറന്ന് കിതപ്പോടെ വിലപിച്ചു. ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ ഇനി വയ്യ. എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാൻ എൻ്റെ ജീവൻ എടുക്കും. എനിക്ക് വയ്യ. വേണ്ട, അതിൻ്റെ ആവശ്യം വരില്ല. ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളും. ഇനി കരയേണ്ട ആവശ്യമില്ല. എന്നെ കണ്ടുമുട്ടിയത് എത്ര വലിയ കാര്യമായി എന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ? നമുക്ക് ചായ കുടിക്കാം. എന്നിട്ട് നീ എല്ലാം എന്നോട് പറയൂ. ഞാൻ എന്തെങ്കിലും ചെയ്തു തരും, ഉറപ്പ്. കരച്ചിൽ നിർത്തൂ നീ. കരച്ചിൽ കണ്ടാൽ എനിക്ക് വല്ലാതെ പ്രയാസമുണ്ടാകും. കരച്ചിൽ നിന്നു. ചായ വരും മുമ്പ് റോസ്മേരി എഴുന്നേറ്റ് നിന്നു. അവർക്കിടയിലായി മേശപ്പുറത്ത് ചായയും പലഹാരവുമെല്ലാം റെഡി. പാവത്തിനെ എല്ലാം നിർബന്ധിച്ച് കഴിപ്പിച്ചു. സാൻഡ്വിച്ച്, ബ്രെഡ്, വെണ്ണ, ഇവയെല്ലാം അവിടെ ആ മേശപ്പുറത്ത് നിരന്നു. ചായയും ക്രീമും പഞ്ചസാരയും കൊണ്ട് ആ മേശ നിറഞ്ഞു എന്നു പറയാതിരിക്കാൻ വയ്യ. പഞ്ചസാര ശരീരം പുഷ്ടിപ്പെടാൻ നല്ലതാണെന്ന് ആളുകൾ പറയുന്നുണ്ടല്ലോ. റോസ്മേരി ഒന്നും കഴിച്ചില്ല. പുക വലിച്ചുകൊണ്ട് നയത്തിൽ അകലേക്ക് നോക്കിയിരുന്നു. അയാൾക്ക് ലജ്ജ തോന്നരുത്. ലഘുഭക്ഷണം കൊണ്ട് അവളിലുണ്ടായ പരിവർത്തനം അത്ഭുതകരമായിരുന്നു. ചായപാത്രങ്ങൾ നിരത്തിയ മേശ നീക്കം ചെയ്യാൻ കസേരയിൽ നിന്ന് തീനാളങ്ങളിലേക്ക് നോക്കി മധുരമായ ആലസ്യത്തോടെ കിടക്കുന്ന അവൾ, പിണഞ്ഞ മുടിയും ഇരുണ്ട അധരങ്ങളും അഗാധമായ തലത്തിൽ പ്രകാശമുണ്ടെന്ന് തോന്നിക്കുന്ന കണ്ണുകളുമുള്ള പെൺകുട്ടി ഒരു പുതിയ ആളായിരിക്കുന്നു. റോസ്മേരി പുതിയ സിഗരറ്റിന് തീ കൊളുത്തി. ഓ, തുടങ്ങാൻ സമയമായി. നീ എപ്പോഴാണ് അവസാനം ആഹാരം കഴിച്ചത്? പതുക്കെ ചോദിച്ചു. അപ്പോൾ വാതിൽ പിടി തിരിഞ്ഞു. റോസ്മേരി, ഞാൻ അകത്ത് വരട്ടെ? ഭർത്താവാണ്. വരൂ. അയാൾ വന്നു. ഓ, ക്ഷമിക്കണം. പൊടുന്നനെ നിന്ന് തറച്ചു നോക്കി. ഓ, സാരമില്ല, റോസ്മേരി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെൻ്റെ സ്നേഹിതയാണ്, മിസ് സ്മിത്ത് മാഡം. ക്ഷീണിതയായ അതിഥി പറഞ്ഞു. അവൾക്ക് പരിഭ്രാന്തിയൊന്നുമില്ല എന്നതായിരുന്നു അത്ഭുതം. റോസ്മേരി പറഞ്ഞു, ആ മിസ് സ്മിത്ത്, ഞങ്ങൾ ചെറുതായി ഒരു സംഭാഷണം തുടങ്ങാൻ പോവുകയായിരുന്നു. ഓ ശരി, ഫിലിപ്പ് പറഞ്ഞു. നല്ലത്. പിന്നെ അവളുടെ കണ്ണുകൾ നിലത്ത് കിടക്കുന്ന കോട്ടിലും തൊപ്പിയിലും അയാളുടെ കണ്ണുകൾ പതിഞ്ഞു. അയാൾ നടന്ന് തീക്ക് സമീപം തിരിഞ്ഞു നിന്നു. നശിച്ച ഒരു വൈകുന്നേരം. അയാൾ സ്വന്തം കൈകളിലും ബൂട്ട്സിലും നോക്കി. ചലനമില്ലാതെ ഇരിക്കുന്ന അവളെ കൗതുകത്തോടെ നോക്കി. പിന്നെ റോസ്മേരിയുടെ നേരെ മിഴികൾ അയച്ചു. വളരെ മോശം, ദുസ്സഹം, റോസ്മേരി ഉത്സാഹത്തോടെ പറഞ്ഞു. ഫിലിപ്പ് സ്വതസിദ്ധമായ മനോഹരമായ സ്മിതത്തോടെ പറഞ്ഞു. ലൈബ്രറിയിലേക്ക് ഒരു നിമിഷം ഒന്ന് വരാമോ? മിസ് സ്മിത്ത് ക്ഷമിക്കുമെങ്കിൽ?
ആ വലിയ കണ്ണുകൾ അയാളുടെ നേർക്ക് ഉയർന്നു. പക്ഷേ റോസ്മേരിയാണ് മറുപടി പറഞ്ഞത്. അതിനെന്താ? അവർ ഒരുമിച്ച് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി. അവർ തനിച്ചായപ്പോൾ ഫിലിപ്പ് ചോദിച്ചു, ആരാണത്? എന്താ കാര്യം? എന്താ നിൻ്റെ പരിപാടി? റോസ്മേരി ചിരിച്ചുകൊണ്ട് വാതിലിൽ ചാരി നിന്നു. ഞാൻ അവളെ കർസൻ തെരുവിൽ നിന്ന് പെറുക്കിയെടുത്ത് കൊണ്ടുവന്നതാണ്. സത്യത്തിൽ ശരിക്കും പെറുക്കിയെടുക്കുക തന്നെ. ഒരു കപ്പ് ചായയ്ക്ക് കാശ് ചോദിച്ചു. ഞാൻ നേരെ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു? റോസ്മേരി പറഞ്ഞു, അവളോട് സ്നേഹം കാട്ടുക, അവളെ രക്ഷിക്കുക. അതെങ്ങനെയെന്നറിയില്ല. സംഭാഷണം കഴിഞ്ഞിട്ടില്ല. നല്ല പെരുമാറ്റം കൊണ്ട്, നന്മ കൊണ്ട് അവൾക്ക് തോന്നണം. എൻ്റെ പൊന്നെ, നിനക്ക് വട്ടാണ്, അതറിയാമോ? അത് സാധിക്കുന്ന കാര്യമല്ല. അത് പറയുമെന്ന് എനിക്കറിയാം. റോസ്മേരിക്ക് പിടിച്ചില്ല. എന്തുകൊണ്ടാവില്ല? കഴിയുമോ എന്ന് ഞാൻ നോക്കട്ടെ. അതാണ് എൻ്റെ ലക്ഷ്യം. എന്താ, ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ധാരാളം വായിക്കാറുള്ളതാണ്. ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ഫിലിപ്പ് ചുരുട്ടിൻ്റെ അറ്റം വെട്ടി പതുക്കെ തടഞ്ഞു. അവൾക്ക് അസാമാന്യമായ സൗന്ദര്യമുണ്ട്. സൗന്ദര്യം? റോസ്മേരി അമ്പരന്നു. പിന്നെ ലജ്ജിച്ചു. അങ്ങനെ തോന്നിയോ? ഞാനതിനെപ്പറ്റി ആലോചിച്ചതേയില്ല. ദൈവത്താനെ, അവൾ അതീവ സുന്ദരിയാണ്. അയാൾ ഒരു തീപ്പെട്ടി ഉരച്ച് ചുരുട്ട് കത്തിച്ചു. വീണ്ടും ഒന്ന് നോക്ക് മോളെ. നിൻ്റെ മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാൻ വീണുപോയില്ലേ? പിന്നെ നിൻ്റെ പദ്ധതി വൻ വിഡ്ഢിത്തമാവുമെന്ന് എനിക്ക് തോന്നുന്നു. ക്ഷമിക്കണം, ഞാൻ വെട്ടിത്തുറന്ന് പറയുന്നതിൽ. പൊന്നെ, നീ ക്ഷമിക്കണം. മിസ് സ്മിത്ത് നമ്മുടെ കൂടെയാണോ അത്താഴം കഴിക്കുന്നത്? എനിക്കൊന്ന് പാത്രം മാറ്റി നിൽക്കാൻ സമയമുണ്ടോ? സൗന്ദര്യം, അസാമാന്യം സൗന്ദര്യം. അവൾ വേഗം ചെക്ക് ബുക്ക് വലിച്ചെടുത്തു. വേണ്ട, ചെക്ക് കൊണ്ട് പ്രയോജനമുണ്ടാവില്ല. വലിപ്പ് തുറന്ന് അവൾ 5 പവൻ്റെ ഒറ്റ നോട്ടുകൾ പുറത്തെടുത്തു. അതിൽ തെല്ലിട നോക്കി. പിന്നെ 2 എണ്ണം തിരികെ വെച്ചു. 3 നോട്ടുകൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച് അവൾ തൻ്റെ കിടപ്പുമുറിയിലേക്ക് നടന്നു. അരമണിക്കൂറിന് ശേഷം ഫിലിപ്പ് ലൈബ്രറിയിൽ തന്നെ വായിച്ചിരിക്കുമ്പോൾ റോസ്മേരി കടന്നു വന്നു. അവൾ വാതിൽ ചാരി നിന്ന് പ്രകാശമുള്ള ആ അപരിചിതത്വം തോന്നിക്കുന്ന നോട്ടം വിതറിക്കൊണ്ട് പറഞ്ഞു, പിന്നെ മിസ് സ്മിത്ത് നമ്മളോടൊപ്പം അത്താഴം കഴിക്കുന്നില്ല. ഫിലിപ്പ് പാത്രം താഴെ വെച്ചു. എന്തുപറ്റി? നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ആയിരുന്നല്ലോ അത്. റോസ്മേരി വന്ന് അയാളുടെ കാൽമുട്ടുകളിലായിരുന്നു. അവൾക്ക് പോകണമെന്ന് നിർബന്ധം. ഞാൻ പാവത്തിന് കുറച്ച് പണം കൊടുത്തു. ഇഷ്ടമില്ലാത്തവരെ നിർബന്ധിച്ച് പീഡിച്ചു വയ്ക്കാനാവില്ലല്ലോ, അവൾ മൃദുസ്വരത്തിൽ അറിയിച്ചു. റോസ്മേരി മുടി വീണ്ടും ചീകിയിട്ടുണ്ട്. കണ്ണുകൾ അല്പം കറുപ്പിച്ചിട്ടുണ്ട്. കഴുത്തിൽ മുത്തുമാല അണിഞ്ഞിട്ടുണ്ട്. അവൾ ഫിലിപ്പിൻ്റെ കവിളുകളിൽ വിരലോടിച്ചു. എന്നെ ഇഷ്ടമാണോ? അവളുടെ മാധുര്യമുള്ള അടക്കി പിടിച്ച സ്വരം അയാളെ അമ്പരപ്പിച്ചു. ഭയങ്കര ഇഷ്ടം. അവളെ ഗാഢമായി ചേർത്ത് പിടിച്ച് അയാൾ പറഞ്ഞു, ഒരു ഉമ്മത. അല്പനേരം നിശബ്ദത. പിന്നെ റോസ്മേരി സ്വപ്നത്തിലെന്ന പോലെ പറഞ്ഞു, നോക്കൂ, ഞാനിന്ന് നല്ല ഭംഗിയുള്ള ഒരു ചെറിയ പെട്ടി കണ്ടു. 28 ഗിനിയാണ് വില. വാങ്ങട്ടെ? ഫിലിപ്പ് കാൽമുട്ടിലേക്ക് അവളെ മാറ്റിയിരുത്തി പറഞ്ഞു, വാങ്ങിക്കോളൂ ധാരാളി പെണ്ണെ, വാങ്ങിക്കോ. പക്ഷേ അതല്ല റോസ്മേരിക്ക് ശരിക്കറിയേണ്ടിയിരുന്ന കാര്യം. അയാളുടെ ശിരസ് മാറിലേക്ക് അടുപ്പിച്ച് റോസ്മേരി പിറുപിറുത്തു. ഫിലിപ്പ്, ഞാൻ സുന്ദരിയാണോ? പ്രിയപ്പെട്ടവരെ, MT വാസുദേവൻ നായർ രചിച്ചിട്ടുള്ള ഈ വിവർത്തന കഥ ഇവിടെ അവസാനിക്കുന്നു. ഒരു കപ്പ് ചായ, കാതറിൻ മാൻസ്ഫിൻ എഴുതിയിട്ടുള്ള ഈ കഥ ഇവിടെ സമാപിക്കുന്നു. നന്ദി.